ഇടുക്കി പരുന്തുംപാറ കയ്യേറ്റം നടത്തുന്നവരെ വെറുതെ വിടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഏത് ചിഹ്നം വെച്ചാലും മുഖം നോക്കാതെ നടപടിയുണ്ടാകും. 10 സെന്റ് വരെ ഭൂമി കൈവശം വെച്ചിരിക്കുന്നവരെ സംരക്ഷിക്കും. എന്നാൽ കയ്യേറ്റക്കാർക്കും കുടിയേറ്റക്കാർക്കുമെതിരെ സർക്കാരിന്റെ നടപടി ഒരുപോലെയാകില്ലെന്നും മന്ത്രി ഇടുക്കിയിൽ പ്രതികരിച്ചു. ആദ്യം പ്രതികരണത്തിലേക്ക്. പരുന്തുംപാറയിലെ പട്ടയം ടോട്ടലായി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതുമല്ല. നിരവധി കൈവശങ്ങളുണ്ട്. ആ കൈവശങ്ങളിൽ ആളുകളെ ഹിയറിംഗ് നടത്തി ബോധ്യപ്പെട്ട് ആണ് ക്യാൻസൽ ചെയ്യേണ്ടത് ക്യാൻസൽ ചെയ്യുക. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, 10 സെന്റ് ഭൂമി പോലെ കുറഞ്ഞ ഭൂമി മാത്രം കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ അതൊരു കുടിയേറ്റം പോലെ, കയ്യേറ്റത്തിന് 2 രൂപങ്ങളുണ്ട്. ഒന്ന്, മറ്റെവിടെയും ഭൂമിയില്ലാത്ത മനുഷ്യൻ ഭൂമിക്ക് വേണ്ടി നടത്തുന്നൊരു ജീവിത സമരത്തിന്റെ ഭാഗമായിട്ടൊരു സ്ഥലം എടുത്തതാണെങ്കിൽ അവർക്ക് ആ അവകാശം സ്ഥാപിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. എന്നാൽ ഏത് ചിഹ്നങ്ങളെ വെച്ചാണെങ്കിലും കയ്യേറ്റം നടത്താൻ തീരുമാനിച്ചവരെ ഒരു നിലയ്ക്കും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. കുടിയേറ്റക്കാർക്കും കയ്യേറ്റക്കാർക്കും എതിരായിട്ടുള്ള സർക്കാരിന്റെ നീക്കം ഒരുപോലെയല്ല. കുടിയേറ്റക്കാരെ ചേർത്തു പിടിക്കലാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. കയ്യേറ്റക്കാരോട് ഒരു മൃദു സമീപനവും ഉണ്ടാകില്ല. സുബിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്. സുബിൻ, ഇത്തരത്തിൽ കയ്യേറ്റക്കാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും എന്ന പ്രസ്താവനകളൊക്കെ പലപ്പോഴും നമ്മൾ വിവിധ സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന്, പല മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ മന്ത്രി രാജൻ പറയുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഏത് മതചിഹ്നമായാലും അത്തരക്കാർക്കെതിരെ കയ്യേറ്റം ഉണ്ടാകും എന്നൊരു സ്വഭാവമാണല്ലോ ആ പ്രസ്താവനയ്ക്കുള്ളത്. സുബിൻ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. പരുന്തുംപാറ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നുള്ളൊരു നിലപാടാണ് ജില്ലാ ഭരണകൂടം അതുപോലെ തന്നെ റവന്യൂ വകുപ്പും എടുത്തിരുന്നത്. പക്ഷേ നാളിതുവരെയായി ഒരു നടപടിയും കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ നിലവിൽ ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ നടപടി ക്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ് എന്നുള്ള ഒരു കാര്യം ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നു. അതോട് കൂട്ടിച്ചേർത്ത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജന്റെ ഒരു പ്രസ്താവനയും ഉണ്ടായിരിക്കുന്നത്. ഏത് മതചിഹ്നം ഉപയോഗിച്ച് കയ്യേറ്റം നടത്താൻ ശ്രമിച്ചാലും, ഏത് ചിഹ്നം ഉപയോഗിച്ച് കയ്യേറ്റം നടത്താൻ ശ്രമിച്ചാലും അത് അംഗീകരിക്കുകയില്ല. കയ്യേറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കെ രാജൻ നൽകുകയാണ്. പ്രധാനമായും ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം സ്വദേശിയായിട്ടുള്ള സജിത് ജോസഫാണ് ഇത്തരത്തിലൊരു കുരിശു നാട്ടിക്കൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു പരുന്തുംപാറയിൽ ഒരു കയ്യേറ്റം നടത്തുകയും കെട്ടിടങ്ങൾ പണിയുകയും ചെയ്തത്. ഇത് കയ്യേറ്റ ഭൂമിയാണ് എന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അതിനുവേണ്ട രേഖകൾ ഇതുവരെ ഹാജരാക്കാൻ ഇയാൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ 2100ഓളം തണ്ടപ്പേരുകളിൽ ഇത്തരത്തിൽ ഭൂമി അവിടെ ഉണ്ട് എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്. അതിൽ 600-ലധികം പേർക്ക് 10 സെന്റ് ഭൂമി മാത്രം കൈവശം വച്ചിരിക്കുന്ന ആളുകളുമുണ്ട്. ഇത്തരത്തിൽ ഈ കുറഞ്ഞ ഭൂമി കൈവശം വച്ചിരിക്കുന്ന ആളുകളെ ഒരിക്കലും കയ്യേറ്റക്കാരായി കാണില്ല എന്നുള്ളതാണ് നിലവിൽ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരക്കാർക്ക് പട്ടയം നൽകേണ്ട സാധ്യതയുണ്ടെങ്കിൽ അത്തരത്തിൽ സാധ്യത പരിശോധിച്ച് അവർക്ക് അവിടെ പട്ടയം നൽകും. ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇവർക്ക് സ്ഥലം അനുവദിക്കും എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും പറഞ്ഞു വെക്കുന്നത്. സെപ്റ്റംബർ മാസത്തോടുകൂടി ഈ ഒരു പരുന്തുംപാറ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തീകരിക്കാനാകുമെന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. പ്രധാനമായും നോട്ടീസുകൾ നൽകി ഇത്തരത്തിൽ 2200 തണ്ടപ്പേരിലുള്ള ആളുകൾക്ക് നോട്ടീസുകൾ നൽകി അവരുടെ രേഖകൾ പരിശോധിച്ച് ഹിയറിംഗ് നടത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. പ്രധാനമായും ഏകദേശം 20ഓളം ആളുകൾക്ക് ഇവിടെ 5 ഏക്കറിൽ കൂടുതൽ പട്ടയം അനുവദിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പട്ടയം അനുവദിക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പട്ടയം നേടിയിട്ടുണ്ടെങ്കിൽ അത് വ്യാജ പട്ടയമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇവർക്ക് പട്ടയത്തിനുള്ള സാധ്യതയുണ്ടോ നടക്കാനുള്ള കാര്യങ്ങളും പരിശോധിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം 10 സെന്റിനും 5 ഏക്കറിനും ഇടയിൽ ഭൂമി കൈവശമുള്ള 1475ഓളം പേരുമുണ്ട്. ഇത്തരത്തിൽ ഇവരുടെ എല്ലാം സാധ്യതകൾ പരിശോധിച്ച് രേഖകൾ പരിശോധിച്ച് കൃത്യമായ നടപടി സ്വീകരിക്കും. കയ്യേറ്റമെങ്കിൽ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നുള്ള ഒരു കാര്യത്തിൽ തന്നെ എന്തായാലും റവന്യൂ വകുപ്പ് ഉറച്ചു നിൽക്കുന്നു. അതേസമയം CPM ഉൾപ്പെടെ റവന്യൂ വകുപ്പിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഇടുക്കി പരുന്തുംപാറയിലെ അനധികൃത കയ്യേറ്റത്തിൽ ശക്തമായ നടപടിയുണ്ടാകും. ഏത് ചിഹ്നം വെച്ചാലും കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ ഇന്നിപ്പോൾ ഇടുക്കിയിൽ പ്രതികരിച്ചത്. വിവരങ്ങൾ നൽകിയത് സുബിൻ തോമസ്.